എങ്ങനെയാണ് ഞങ്ങൾ മനസ്സുറച്ചൊരു ഹൗസ് വാമിങ് നടത്തുന്നത്? ഒരു സന്തോഷം വേണ്ടേ നമ്മൾ ഹൗസ് വാമിങ് നടത്തുമ്പോൾ? അതുകൊണ്ട് ഞങ്ങൾ അത് നടത്തിയില്ല. എന്താണേലും ഇതിൻ്റെ ഒരു തീരുമാനം അറിയട്ടെ എന്ന് വിചാരിച്ചിരുന്നു. ദൈവം ചെയ്ത വലിയൊരു കൃപ അത് സതീശനിൽ കൂടെ ദൈവം ചെയ്തു എന്ന് ഞങ്ങൾ വിശ്വസിക്കുകയാണ്. വർഷങ്ങളോളം കാത്തിരുന്ന സ്വപ്നം കണ്ടതുപോലെ ഒരു വീട് നിർമ്മിക്കുന്നു. ആ വീടിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയായി ഗൃഹപ്രവേശത്തെക്കുറിച്ച് ആലോചിക്കുമ്പോഴാണ് ആ പുതിയ വീട് നിർമ്മിച്ച സ്ഥലത്തുകൂടിയാണ് കേരയിൽ കടന്നു പോകുന്നത് എന്ന് കുടുംബം തിരിച്ചറിയുന്നത്. ആകെ പ്രതിസന്ധിയിലായിപ്പോയ കുടുംബം ഗൃഹപ്രവേശനം നടത്താതെ കാത്തിരുന്നത് 5 വർഷത്തോളമാണ്. പ്രവാസി കൂടിയായിട്ടുള്ള കോട്ടയം കൊല്ലാട് കല്ലിങ്കൽ കടവ് സ്വദേശി ഉമ്മൻ ജോണാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. എന്താണെങ്കിലും പുതിയ സർക്കാർ അധികാരത്തിലെത്തുകയും കേരയിൽ പൂർണ്ണമായും പിൻവലിക്കുകയും ചെയ്തതിൻ്റെ വലിയ ആശ്വാസത്തിലും സന്തോഷത്തിലുമാണ് ഈ കുടുംബം. എൻ്റെ മകൻ്റെയാണ് ഈ വീട്. 2021 ഈ വീടിൻ്റെ പണിയൊക്കെ ഏകദേശം പൂർത്തീകരിച്ച് ഞങ്ങളിതിൻ്റെ ഹൗസ് വാമിങ് നടത്തണമെന്നൊക്കെ ആലോചിച്ച് അവർക്ക് ഫാമിലിയായിട്ട് ഒന്നിച്ച് വരാനായിട്ടുള്ള സന്ദർഭം നോക്കി ഞങ്ങൾ കാത്തിരിക്കുകയായിരുന്നു. വിദേശത്താണ്. അപ്പം മോന് വരാനായിട്ടൊക്കെ പ്ലാൻ ചെയ്യുന്ന സമയത്താണ് ഇവിടെ ഇങ്ങനെ കേരളിൻ്റെ സിൽവർ ലൈൻ അലൈൻമെൻറ്റ് ഇതിലെയാണ് പോകുന്നു എന്നുള്ള ഒരു അറിവ് കിട്ടി. അപ്പോൾ ഞങ്ങൾ അറിയുന്നത് തന്നെ ഇവിടെ ഈ പോലീസുകാരും എല്ലാം വന്ന് ഇതിൻ്റെ ഇവർക്ക് വേണ്ടി മഞ്ഞക്കുറ്റി ഇടാനൊക്കെ ഓടി വരുന്ന സമയത്ത് ഇത് അറിയുന്നത്. ഒരു 2 വണ്ടി പോലീസൊക്കെ വന്ന് കിടക്കും. ഇതെന്നാണെന്നറിയാനായിട്ട് ഇവിടെ വന്ന് ഞങ്ങളുടെ ഇവിടുത്തെ മെമ്പർ സിബിയൊക്കെ ഉണ്ട്, അവരൊക്കെ വന്ന് ഇവിടെ വന്ന് നോക്കുമ്പോഴാണ് അറിയുന്നത് ഇതിങ്ങനെ മഞ്ഞക്കുറ്റി അടിക്കാൻ വന്നതാണ്. നമ്മുടെ ഈ പുതിയ വീടിൻ്റെ അകത്തൂടെ തന്നെയാണ് ഇത് കടന്നു പോകുന്നത്. അകത്തൂടെ ഇതിൻ്റെ ഈ വശത്തൂടെ ഇങ്ങനെയാണ് കടന്നു പോകുന്നത്. എന്നിട്ട് ആ വീടിൻ്റെ അതിലൂടെ അങ്ങോട്ടാണ് പോണേ. വീട് പോകുന്നൊരവസ്ഥയാണ്. വീട് പിന്നെ അത്രയും ഭാഗമുണ്ട്. അവിടെ നിന്ന് ഇങ്ങനെ പോകും അതിൻ്റെ മേളിൽ കൂടെ. മോന് വിദേശത്ത് അവനൊന്നും അറിഞ്ഞിട്ടില്ല. അപ്പോൾ അവനോട് നമ്മളെങ്ങനെയാണ് പറയുന്നത്? നമുക്ക് ഇത്രയും വലിയ എമൗണ്ട് മുടക്കി ഒരു വീടൊക്കെ പണിത് അതിൻ്റെ വലിയ ആഗ്രഹത്തോടെയല്ലേ, നമുക്കറിയാമല്ലോ, കാത്തിരുന്ന് ഒരു വീടാണ്. അതെ, നമ്മൾ 10-20 വർഷം അവിടെ കിടന്ന് അധ്വാനിച്ച് ഓൺലൈനിൽ ഉണ്ടാക്കിയ കാശ് കൊണ്ടൊക്കെ ചെയ്യുന്നതല്ലേ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരു വലിയ പ്രയാസം ഉണ്ടാവില്ല ഇത് കേൾക്കുമ്പോൾ. അതുകൊണ്ട് പെട്ടെന്ന് ഞാനത് പറയാൻ പോയില്ല. ഞാൻ ചില പ്രശ്നം ഉണ്ടാകണ്ടെന്ന് വിചാരിച്ച് അത് കഴിഞ്ഞ് അവൻ അവധിക്ക് വന്ന സമയത്ത് കാര്യങ്ങളൊക്കെ പറഞ്ഞു. കാരണം നമ്മൾ പറയണമല്ലോ, എന്താണെങ്കിലും അവൻ അറിയണമല്ലോ. അപ്പം അങ്ങനെ ഇരുന്നപ്പോൾ പറഞ്ഞപ്പോഴത്തേക്ക് അവൻ ആദ്യം വലിയ വിഷമമൊക്കെ ഒന്നും മിണ്ടിയില്ല അതേപ്പറ്റി. പിന്നെ ഇങ്ങനെയൊക്കെ ചിന്തിച്ചു. കുറേ കഴിഞ്ഞ് അവനെ ഇങ്ങനെ ഒരു ഉപദേശം വന്ന് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു. അത് കഴിഞ്ഞിട്ട് അവൻ പറഞ്ഞു എല്ലാം ദൈവഹിതം പോലെ നടക്കട്ടെ എന്ന് പറഞ്ഞു. എല്ലാം എന്നാ ചെയ്യാനാന്ന് പറഞ്ഞു. നമ്മൾ ഇപ്പം എന്ത് ചെയ്യാനാ, ദൈവമല്ലേ നിശ്ചയിക്കുന്നു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ അന്ന് മുതൽ പ്രാർത്ഥിക്കുന്നു. അത് കഴിഞ്ഞ് 2 പ്രാവശ്യം കൂടെ ഇതുപോലെ മഞ്ഞക്കുറ്റി ഇടാനായിട്ട് ഇവിടെ ആൾ വന്നു. ആ സമയത്തെല്ലാം ഞങ്ങളിവിടെ ആളുകളെല്ലാം കൂടി ഇവിടെ ഈ മെമ്പറും മറ്റുള്ളവരും എല്ലാവരും കൂടെ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഇവരെല്ലാം മടക്കി വിട്ടു. ഞങ്ങൾ ഒരു തരത്തിൽ കേരയിൽ വരുമോ എന്നൊരു ആശങ്ക ഉണ്ടായിരുന്ന കാരണം ഈ 5-5.5 വർഷമായി ഈ വീടിൻ്റെ ഹൗസ് വാമിങ് നടത്തിയിട്ടില്ല. കാരണം എങ്ങനെയാണ് ഞങ്ങൾ മനസ്സുറച്ചൊരു ഹൗസ് വാമിങ് നടത്തുന്നത്? ഒരു സന്തോഷം വേണ്ടേ നമ്മൾ ഹൗസ് വാമിങ് നടത്തുമ്പോൾ? അതുകൊണ്ട് ഞങ്ങൾ അത് നടത്തിയില്ല. എന്താണേലും ഇതിൻ്റെ ഒരു തീരുമാനം അറിയട്ടെ എന്ന് വിചാരിച്ചിരുന്നു. അങ്ങനെയാണല്ലോ ഇപ്പോൾ ഇലക്ഷൻ വന്നപ്പോഴത്തേക്ക് അവരെ UDF ഗവൺമെൻറ് കയറി, സതീശൻ സാറ് കയറിയ ഉടനെ നമുക്കിങ്ങനെ ഒരു ആനുകൂല്യം തന്ന് ഇതെടുത്തു കളഞ്ഞത് വലിയൊരു സന്തോഷമായിരിക്കുകയാണ്. അപ്പോൾ അത് മോനെ വിളിച്ച് ഞാൻ ഇന്നിപ്പോൾ രാവിലെ ഈ ഫോട്ടോയും മെസ്സേജും എല്ലാം കൂടെ പത്രത്തിൽ അയച്ചു കൊടുത്തു. അങ്ങനെയാണ് മോന് വലിയ സന്തോഷമായി. അതിൽ ദൈവം കൃപ ചെയ്തല്ലോ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഒരു സന്തോഷത്തിലിരിക്കുക. ഇനിയിപ്പം വരണം. ഇപ്പം വൈഫിനും അവനും പിള്ളേർ UK പഠിക്കുക. അപ്പോൾ അവർ കൂടെ എല്ലാവരും കൂടെ വരാനുള്ള ഒരു സമയം നോക്കിയിട്ട് വന്നിട്ടിനി ഇതിൻ്റെ കുദാശ നടത്തണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ലക്ഷങ്ങൾ മുടക്കി പുതിയ വീട് നിർമ്മിക്കുന്നു. പക്ഷെ അത് ഇത്ര 5-5.5 വർഷമായിട്ട് അത് താമസിക്കാൻ പറ്റാതെ പൂട്ടിയിട്ടിരിക്കുന്ന അവസ്ഥയാണ്. അതെ, അത് പൂട്ടിയിട്ടിരിക്കുക എന്ന് പറഞ്ഞാൽ ഞാനിവിടെ ഇതിൻ്റെ തൊട്ട് മേളിലാണ് താമസിക്കുന്നത്. ഇനി ഇവിടെ നോക്കാനൊക്കെ ഒരാളുണ്ട്. അങ്ങനെയൊക്കെ മുമ്പോട്ട് പോകുമായിരുന്നു. അപ്പം ഇടയ്ക്കൊക്കെ വരുമ്പോഴൊക്കെ ഇങ്ങനെ നോക്കിയും കണ്ടുമൊക്കെ പോവുക. അല്ലാതെ എന്നാ ചെയ്യാൻ പറ്റും? വലിയ ആശങ്ക അവസാനിച്ചിരിക്കുകയാണല്ലേ? അതെ, വലിയ ആശങ്ക അവസാനിച്ച് ദൈവത്തിന് കോടാനുകോടി സ്തോത്രം പറയുകയാണ്. ദൈവം ചെയ്ത വലിയൊരു കൃപ അത് സതീശനിൽ കൂടെ ദൈവം ചെയ്തു എന്ന് ഞങ്ങൾ വിശ്വസിക്കുകയാണ്. അമ്മ ഈ സമരങ്ങളിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട്? ഞാൻ കളക്ട്രേറ്റിലും പോസ്റ്റ് ഓഫീസിൻ്റെ വാതിക്കലും എല്ലാ സമരങ്ങൾക്ക് പോയിട്ടുണ്ട്. പിന്നെ കളക്ട്രേറ്റിൻ്റെ അവിടെ നിന്ന് ഗാന്ധി സ്ക്വയർ വരെ പ്ലാക്കാർഡും വിളിച്ച് നട്ടുച്ചയ്ക്ക് പോയിച്ചു വന്ന് ഞാൻ പനിയായിട്ട് അടിച്ച് കിടന്നിട്ടും ഒക്കെ ഉണ്ട്. ഇങ്ങനൊരു സംഭവം അറിഞ്ഞ സമയത്ത് ഈ കേരയിൽ ഈ പുരയിടത്തിലൂടെയാണ് വരുന്നതെന്ന് അറിഞ്ഞ സമയത്ത് ഇത് മകനോട് പറഞ്ഞില്ല, അതിനു മുമ്പ് തന്നെ സമരങ്ങളിലൊക്കെ പങ്കെടുത്ത് തുടങ്ങിയായിരുന്നല്ലേ? അല്ല, അവനോട് പറയുന്നില്ല. എനിക്ക് തന്നെ വലിയ വിഷമം. നമ്മൾ രാത്രി കിടക്കുമ്പോഴൊക്കെ കേരയിൽ ഇറച്ചിങ്ങനെ പോകുന്ന പോലത്തെ ശബ്ദങ്ങളൊക്കെയാണ് നമ്മൾ മനസ്സിൽ കൂടെ വരുന്നത്. നമ്മുടെ ചിന്താമണ്ഡലമൊക്കെ അങ്ങനെ ഒരു ഇതായിപ്പോയി. അങ്ങനെ ഒരു വലിയ വിഷമത്തിൽ അവിടുത്തെ ആൻറ്റി ആണെങ്കിൽ പറയും എനിക്കൊന്നുമില്ല, എനിക്കിനി ഒരു ചിന്തയില്ല, എല്ലാം നഷ്ടപ്പെട്ട പോലെയായി ഞാനെന്നൊക്കെ പറഞ്ഞ് ആൻറ്റി പറയുമായിരുന്നു. അങ്ങനെയൊക്കെ ഇങ്ങനെ ഞങ്ങൾ ഇവിടെയുള്ള ആൾക്കാരെല്ലാം ഇവരുടെയുള്ള ആ കൊച്ചു കൊച്ചു വീടുകളാണ് അങ്ങോട്ടുള്ള എല്ലാവരും.
അവരുടെയൊക്കെ വീടിൻ്റെ ഇടവഴി ചെയ്ത് പോകുന്നതേ. അവരുടെ എല്ലാ വീട് നഷ്ടപ്പെടുകയല്ലേ, വെറും 3-4 സെൻറ്റുകളുള്ള വീടുകളാണ്. അപ്പം അങ്ങനെയുള്ള പ്രയാസം എല്ലാവർക്കും ഉണ്ടായിരുന്നു. പുതിയ സർക്കാരിനോട് എന്താ പറയാനുള്ളത്? വളരെ നന്ദി പറയുന്നു. അല്ല എന്നാ പറയാനാ, പുതിയ സർക്കാർ വന്ന ഉടനെ തന്നെ ഇതിനൊരു തീരുമാനമാക്കി. അവിടെ മാടപ്പള്ളിയിലെ സമരപ്പന്തലൊക്കെ എത്ര 1000-ൽ കൂടുതൽ ദിവസങ്ങളായി അവർ സമരം ചെയ്യുകയാണ്. ആ പാവം റോസ്ലിയൊക്കെ വലിച്ചഴച്ചത് കണ്ടാൽ എല്ലാവരും സഹിക്കുന്ന കാര്യമാണ് അതൊക്കെ. അതിൻ്റെയൊക്കെ ആവശ്യമൊന്നും ഇല്ലായിരുന്നല്ലോ, പിന്നെ എന്താ ഇങ്ങനെയൊക്കെ ചെയ്തെന്നുള്ളത് നമുക്കറിയില്ല. എന്താണേലും ഇനിയിപ്പം അടുത്ത തവണ മകനും കുടുംബവും വരുന്ന സമയത്ത് ഈ വീടിന്റെ ആ ഒരു ഹൗസ് വാമിങ്, വർഷങ്ങളുടെ കാത്തിരിപ്പിനൊടുവിൽ ആ ഹൗസ് വാമിങ് ഉണ്ടാവും അല്ലേ? അതെ, ഉണ്ടാവും എന്നത് പ്രത്യാശിക്കുന്നു. അതിനുവേണ്ടിയുള്ള കാത്തിരിപ്പിലാണ്. അതെ, ദൈവത്തിൽ പ്രത്യാശിക്കുന്നു. സന്തോഷം. ശരി. വർഷങ്ങളോളം നീണ്ടുനിന്ന ആശങ്കകൾക്ക് വിരാമമായിരിക്കുകയാണ്. ഇനി സമാധാനത്തോടെ ഗൃഹപ്രവേശനം നടത്താമെന്ന സന്തോഷത്തിലാണ് ഈ കുടുംബം. കോട്ടയം കൊല്ലാട് നിന്നും ക്യാമറമാൻ അരുൺ മലയിലിനൊപ്പം രാഹുൽ ഇരുമ്പുകുഴി, ഫോക്കസ് ന്യൂസ് TV.